3 நிமிடம் தானே. ஆனால் பிரமாதமான 5 காரியங்களை ஞாபகப்படுத்த விரும்புறது. தூயாவி இருന്നിട്ടും മോശയ്ക്ക് பெரிய கோபம் இருந்தது. ஆனால் ഞാനും അതേമാതിരി 30ാമത്തെ വയസ്സിൽ ആണ്ടവരെ സന്ധിച്ചത്. ஆனால் ഒരു സൈഡിൽ നിറയെ കെട്ട കാര്യങ്ങളെല്ലാം ഇരുന്നത്. അത് ആണ്ടവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പെരിയ കാര്യം കോപം. യാരോട് ഏത് നേരത്തിലും കോപം വന്നിടും. ஆனால் അത് ഒരു അളവ് വരെ എല്ലാം പോയിരിക്കുന്നത്. ஆனால் அது என்ன வழி? മോശ എപ്പടി ഇതേ മാതിരി ശാന്തமான മനിതനായി മാറി? അവർ സന്ധിപ്പ് കൂടാരത്തിൽ 40 നാൾ പാലെ ഭൂമിയിൽ ആണ്ടവരെ സന്ധിച്ചു വന്നത്. ஆனால் മോശയ്ക്ക് സന്ധിപ്പ് കൂടാരം മട്ടിരുന്നത് உங்களுக்கு 5 സന്ധിപ്പ് കൂടാരം ഇരിക്കും. 1 മാത്യു പഠിക്ക വേണ്ട, മാത്യു 6:6 നിങ്ങൾ വാസൽ സാത്തി കസവ് സാത്തി തനിപ്പെട്ട മുറയിൽ തന്തയോട് ജപിക്കണം. ஆனால் എല്ലാം അറിയുന്ന തന്ത உங்களுக்கு കൈമാറ് കൊടുത്തിടും. ஆனால் തനിപ്പെട്ട മുറയിൽ ജപിക്കണം. അപ്പോൾ മോശ സന്ധിച്ചത് ഒരു വേള അവർ സന്ധിപ്പ് കൂടാരത്തിൽ നண்பரோடு பேசன மாதிரி பேசியது. நீங்களும் நண்பരുടെ மாதிரி ஆண்டவரோடு பேசணும். உங்களை ஊழியக்காராയി ഞാൻ பார்க்க விரும்புறதில்லை, உங்களை ഞാൻ നண்பർ എന്ന് കൂപ്പിടുന്നത്. ஆனால் യേശുവിൻ്റെ നண்பരായിരുന്ന് എല്ലാ കാര്യവും യേശുവിനോട് നിങ്ങൾ ചൊല്ലണം. 2 കണവനും മനേവിയും അവിടെ കൂടെ ആണ്ടവർ നല്ല മുറയിൽ ഇരുന്നാൽ ആണ്ടവർ ഇരിക്കാറ് കൂട്ടി വച്ചിരിക്കുന്ന ആണ്ടവർ. ஆனால் നിങ്ങൾ ജപത്തുക്കായി മുളങ്കാലിൽ നിന്നാൽ അവിടെ നടുവിൽ ഞാൻ വന്നിടും. 2-3 പേർ മാത്യു 18:20 എന്നോട് പേരിൽ എங்கே സന്ധിച്ചാൽ അവിടെ നടുവിൽ ഞാനേ വന്നിടും. 3 നീ വിബിലിയം മുഴുവനും തൂയാവിയാൽ നിറയപ്പെട്ട് എഴുതപ്പെട്ടത്. ஆனால் വിബിലിയം എടുത്ത് പഠിക്കുമ്പോൾ அந்த விவிலியம் எழுதிச்ச தூயாவி உங்களோட கூட இருக்கும். വെളിപാട് തിരുവെളിപാട് 1:3 ചൊല്ലിയിരിക്കുന്നത് വിവിലിയം എടുത്ത് പഠിക്കുന്നവരും അത് പഠിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരും അങ്ങ് എഴുതിയിരിക്കുന്ന കാര്യം പടി നടക്കുന്നവരും എന്നാകും ആശീർവദിക്കപ്പെടും. ஆனால் നീ വിവിലിയം എടുത്ത് പഠിക്കുമ്പോൾ ആണ്ടവരെ സന്ധിക്കും. ഇപ്പം എത്രയാച്ച്? 1, 2, 3 ആച്ച്. ഇനി 4ാമത് ഇന്ന് കാലേ മുതൽ നற்செய்தி അറിവിച്ചു കൊണ്ടേയിരിക്കുന്നത്. മർക്കോസ് നற்செய்தி 16-ാം അധികാരം 20-ാം വചനത്തിൽ ചൊല്ലരുത്. ശീടർ പോയി എല്ലായിടത്തും നற்செய்தி അറിവിച്ചു കൊണ്ടേയിരുന്നത് ആണ്ടവരുടെ കൂടെ തങ്ങിക്കൊണ്ട് ഈ പറയുന്നതെല്ലാം ഉണ്മയാണ് എന്ന് ആണ്ടവർ അടയാളവും അത്ഭുതവും എല്ലാം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തങ്ങിയത്. ஆனால் നற்செய்தி ഇതേമാതിരി പേശന ഇടത്തിലെല്ലാം പോയിരിക്കുമ്പോൾ ആണ്ടവർ അങ്ങേ കൂടെ ഇരിക്കണം. അത് നല്ല മുറയിൽ പുരിഞ്ഞിരിക്കണം. ഒരു ആണ്ടിൽ 5 നാളെങ്കിലും എങ്കെയെല്ലാം ഏതാവ് ഇടത്തിൽ പോയി 5 നാൾ ധ്യാനത്തിൽ കലരണം. 6 മാസത്തിലൊരു ധ്യാനം ரொம்ப നല്ലത്. ഇനി അപ്പുറം ഇതേമാതിരി മാസത്തിലൊന്ന് കിടക്കുമ്പോൾ നല്ല മുറയിൽ അതെല്ലാം വന്ന് അതിലെല്ലാം കലർന്ന് ആശീർവാദം പെറ്റുകൊള്ളുമെങ്കിൽ. ഇപ്പം എത്രയാച്ച്? 4 ആച്ച്. ഇനി 5ാമത് തിരുപൂജയിൽ അത് സഭയുടെ ആരാധന, സഭ യേശുവിൻ്റേത്. ஆனால் ഇതുമാതിരി ആണ്ടവരുടെ ഇറൈ സാന്നിധ്യം കിടക്കണ വേറൊരു നിമിடம் ഇല്ല. കൈകൂപ്പി കണ്ണടച്ച് ഈ 5 വഴികൾ വഴി നമ്മുടെ ഉള്ളിലുള്ള തലേമേ പാപങ്ങളും കെട്ടതെല്ലാം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. മോശ ഇതുമാതിരി കോപമെല്ലാം മാറി ശാന്തനായ മനിതനായി മാറിയോ അതുപോലെ ഓരോ നാളിലും നമ്മൾ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതുക്കാക ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അടിക്കടി ആണ്ടവരെ സന്ധിച്ചു കൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാലിനെ പോയി സന്ധിക്ക മുടിയാതെ നിറയെ പോലീസ് വെരിഫിക്കേഷൻ എല്ലാം ഇരിക്കുക. ஆனால் എണ്ണമില്ലാത്ത നക്ഷത്രക്കൂട്ടങ്ങളെയും സൂര്യകുടുംബത്തെയും ഉണ്ടാക്കിയ തന്തയായ കടവുകളിനെ ഏത് നേരത്തിലും സന്ധിക്കാം. കൺകളെ മൂടി കൈകളെ കുമിത്ത് നിങ്ങളവരെ സന്ധിപ്പ്.